മന്ത്രിയെ നമ്മൾ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു തുടക്കമിടുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് 2 കത്തയച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നുപോയി, അതിലെന്തൊക്കെ അനിഷ്ടമുണ്ടോ എന്ന് അറിയിക്കപ്പെട്ട അങ്ങോട്ട് കത്തയച്ചു തന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയില്ല. കാരണം അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പള്ളിയുടെ സേവാ സംഘത്തിന്റെ ഈ പള്ളിയുടെ സദ്യ കഴിയുമ്പോൾ സ്വാഭാവികമായും എന്തോ ഒരു ശുദ്ധിക്രിയ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥർ ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല, അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പിന്നെ അവിടുത്തെ എസിയോടും അവിടുത്തെ എഒയോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വരുന്ന മുറയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ബഹുമാനായ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ നയിച്ചു കൊണ്ടുപോയത് അവിടുത്തെ പള്ളിയുടെ സേവാ സംഘവും അവിടുത്തെ ഉപദേശ സമിതിയും എല്ലാവരും കൂടിയാണ്. അവരുടെ കാർമ്മികത്വത്തിലാണ് ഇതൊക്കെ നടന്നത്. എല്ലാ ക്ഷേത്രത്തിലെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് മന്ത്രിക്ക് അറിവുണ്ടാകണമെന്നില്ല. തന്ത്രി പറയുന്നത് തന്ത്രിക്ക് ആദ്യം പള്ളിയുടെ സേവാ സംഘത്തിന്റെ ഒരു കത്ത് വന്നപ്പം ആ കത്തിൽ എന്താണ് ആചാരലംഘനം നടന്നത് വ്യക്തതയില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങളല്ല കത്ത് തരുന്നത്, അവിടുത്തെ ശബരിമലയുടെ ആറന്മുളയുടെ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഒരു കത്ത് തരേണ്ടത് എങ്ങനെയെങ്കിലും സംഭവിച്ചു. അപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു കത്ത് നൽകുന്നു. ആ കത്തിൽ ഏത് തരത്തിൽ ആചാരലംഘനം നടന്നുവെന്ന് റിപ്ലൈ മെയിൽ തന്നെ അയക്കുന്നു. അതിന് റിപ്ലൈ വന്നപ്പോഴാണ് 12 മണിക്കാണ് ആചാരപരമായ ചടങ്ങുകൾ നടന്നത്. 10:50-നും 11 മണിക്കുമിടയിൽ മന്ത്രിക്ക് സദ്യ വിളമ്പിയിട്ടുണ്ട് എന്നുമാണ് ഡെപ്യൂട്ടി കമ്മീഷണർ റിപ്പോർട്ട്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ തർക്ക വിഷയം എന്താ, മന്ത്രി ആചാരം ലംഘിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ആ കാര്യത്തിൽ കുറ്റക്കാരനേ അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞിട്ടുമില്ല. കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഞാൻ പറയട്ടെ, അങ്ങനെ പറയല്ലേ നിങ്ങൾക്ക് അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് ഇപ്പൊ ദേവസ്വം ബോർഡ് അങ്ങനെയല്ല. നിങ്ങൾ തർക്കിക്കാനുണ്ടെങ്കിൽ ഒരു കാര്യം, ഞാൻ ഇത് മതിയാക്കി പോവാം. എനിക്ക് അല്ല, ഞാൻ മര്യാദയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആചാരം അറിഞ്ഞില്ല, ആചാരം അറിയാമായിരുന്നില്ല എന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്ക് കുറ്റകരമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹത്തെ നയിക്കേണ്ടത് ആരാ? പള്ളിയുടെ സേവാ സംഘം, അവിടുത്തെ ഉപദേശ സമിതി, അവിടുത്തെ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരല്ലേ അദ്ദേഹത്തെ നയിക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയത് അവരാണ്, വിളക്ക് കൊളുത്തുന്നത് അവരാണ്, പള്ളിയുടെ സദ്യക്ക് വിളമ്പിക്കൊടുക്കുന്നത് അവരാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൽ ഇത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. ശരി, ബാക്കി ശരി. ഞങ്ങൾ അവിടുത്തെ എഒയുടെ എസിയുടെ റിപ്പോർട്ട് ചോദിച്ചു. ഓക്കെ, എസിയോട് അല്ല, ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഒരു പള്ളിയുടെ സദ്യ കഴിഞ്ഞാൽ അവിടെ ഒരു ശുദ്ധിക്രിയ നടക്കാറുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ടാണോ കൊടുത്തത്, അല്ല എന്താണ് നോക്കട്ടെ, നമുക്ക് ചോദിക്കാം. ഞാനതൊന്നും പറയുന്നില്ല. സ്വാഭാവികമായി ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ. കാരണം ഇത് 2019 ദൗർഭാഗ്യപരമായ ഒരു സംഭവത്തിന്റെ പേരിൽ ഇത്തരം വിവാദങ്ങൾ നിൽക്കുന്നു. അതൊരു അവസരമായി എടുത്തുകൊണ്ട്, അതിനൊരു സുവർണ അവസരമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കും ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടത്താതിരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അതെന്തിന്റെ ഭാഗമായിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു നല്ല സമിതി, അന്വേഷണ സമിതി അന്വേഷിക്കുന്നുണ്ട്. 6 ആഴ്ച ആ സമയം വരെ നമ്മളൊന്ന് ക്ഷമിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ സ്വത്തുക്കളും തിരികെ കൊണ്ടുവരും, കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കും. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നടക്കുകയും ചെയ്യും. ഓക്കെ, ഇതിലിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം പുറത്തു നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തെളിവ് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം അതൊക്കെ തീരുമാനിക്കേണ്ടതും പറയേണ്ടതും ഒക്കെ അന്വേഷണ സമിതിയല്ലേ, അവർ പറയട്ടെ. അല്ലാതെ ഞാൻ അതിനെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. ഒരു അന്വേഷണം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന്, കുറ്റമറ്റ രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ അന്വേഷണ സമിതിക്ക് അറിയാമല്ലോ. നമ്മൾ കേരള പോലീസിനെയും പ്രത്യേകിച്ച് അത് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തെയും നമ്മൾ അതിൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ കൃത്യമായി നടന്നോളൂ. അല്ല, നമുക്ക് നോക്കാന്നേ, അതൊക്കെ നമുക്ക് നോക്കാന്നേ, നമുക്ക് അതൊക്കെ അന്വേഷണ സമിതി അന്വേഷിക്കുകയില്ലേ, നടന്നോളൂ. ഉറപ്പായിട്ടും അറസ്റ്റ് മാത്രമല്ലല്ലോ, അറസ്റ്റ് അല്ലല്ലോ പ്രശ്നം. ഇതിൽ കാര്യങ്ങൾ നന്നായി നടക്കണമെന്നുള്ളതാണല്ലോ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, നഷ്ടപ്പെട്ടുപോയ പൊന്നും പണവും തിരിച്ചു കൊണ്ടുവരണം. ഇത് രണ്ടുമാണ് പ്രശ്നം. ഇത് നടക്കും ഉറപ്പായിട്ടും. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു?
നിങ്ങൾ 6 ആഴ്ച വെയിറ്റ് ചെയ്യൂ, അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അപ്പോൾ കാണാമല്ലോ. അല്ല, ഉദ്യോഗസ്ഥരൊക്കെ സഹകരിക്കുന്നുണ്ട്. ഇവിടെ ആവശ്യമുള്ള അല്ല, ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചല്ലേ പറ്റൂ. സഹകരിക്കാതിരിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരീക്ഷണത്തിൽ അന്വേഷണമല്ലേ, ഉദ്യോഗസ്ഥന്മാർക്ക് സഹകരിക്കാതിരിക്കാൻ പറ്റും. ഞാൻ പമ്പയിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ അന്വേഷണ സമിതിയോട് ഏത് സാഹചര്യത്തിലും നമുക്ക് സഹകരിച്ചല്ലേ പറ്റുള്ളൂ. കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന കാര്യമാണ്, സഹകരിച്ചേ പറ്റൂ. ഫയലുകൾ മുഴുവൻ ആസ്ഥാനത്തുണ്ടോ? അവർക്ക് ആവശ്യമുള്ള ഞാൻ അതൊക്കെ അന്വേഷണ സമിതി കണ്ടെത്തിക്കൂട്ടുന്നേ. അതൊക്കെ അന്വേഷണ സമിതി അതൊക്കെ അപ്പോഴല്ലേ നമ്മളിങ്ങനെ പിന്നെ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം എന്തിനാണ് രാജിവെക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ല. അതെന്തിനാണ്? നിങ്ങളുടെ ആവശ്യം അതാണ്. നിങ്ങൾ ഇങ്ങനെ തലവുത്ത് നിന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കണക്ട് ചെയ്യാൻ ഇന്നിപ്പോൾ ഏതോ ഓൺലൈൻ മാധ്യമങ്ങൾ, ഞാനൊരു വീട് വെച്ചു, ഭയങ്കര വാർത്തയാണ് ഒരു ഓൺലൈൻ മാധ്യമങ്ങളിൽ. എന്റെ വീട് ഞാനൊരു 45 ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന്, ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് വീട് വെച്ചിരിക്കുന്നത്. അതിപ്പോഴും എന്റെ പേരിലല്ല, ധനലക്ഷ്മി ബാങ്കിന്റെ പേരിലാണ്. അതും കൂടെ അടച്ചു തീർന്നാലേ എന്റെ പേരിലാവുള്ളൂ. അതിന്റെ പാല് കാച്ചിന് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു, വലിയ കണ്ടെത്തലാണ്. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. അതിനുള്ള ആസൂത്രിതമായ പണികൾ ഏതൊക്കെ ചാനലിൽ നിന്ന് ഞാൻ പറയുന്നില്ല, ഏതൊക്കെ ഓഫീസിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ത് പരിശ്രമിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്നെ തമ്മിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു തെളിവും കിട്ടില്ല. കാരണം അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തിൽ പറയുന്നത്? ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല, അയാളെ അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടില്ല.